ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ മഞ്ഞളിനോടൊപ്പം നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞളും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിളവെടുക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മഴക്കാലത്തേക്ക് ഇതുപോലെ നട്ടു കൊടുത്താൽ നല്ല ഉഷാറായിട്ട് തന്നെ ഇത് വളർന്നു വരും. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെ നമ്മുടെ മുഖക്കുരു വരാതിരിക്കാനും അല്ലെങ്കിൽ മുഖക്കുരു ഉള്ള സ്ഥലത്ത് ഇത് പുരട്ടിക്കൊടുത്താൽ നന്നായിട്ട് കുറയും കേട്ടോ. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അധിക രോമവളർച്ചയില്ലേ, അതൊക്കെ കുറക്കാൻ ഇത് സഹായിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ മുഖക്കുരുവിന് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ മഞ്ഞൾ മുഖത്ത് പുരട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു മഞ്ഞ കളർ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കസ്തൂരി മഞ്ഞളിന്. പിന്നെ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ ഇത് നല്ല പോലെ അരച്ചിട്ട് പുരട്ടിയാൽ അത് നന്നായിട്ട് കുറയും കേട്ടോ. അപ്പോൾ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ കസ്തൂരി മഞ്ഞളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് നന്നായിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ പുരട്ടിയാൽ നമ്മുടെ ആ ചൊറിച്ചിൽ നന്നായിട്ട് കുറയും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ആയുർവേദ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ കസ്തൂരി മഞ്ഞൾ. കൂടാതെ നമ്മളെ മുറിവുകൾ ഉണങ്ങാനും പിന്നെ നമ്മളെ ചർമ്മത്തിനുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും ഈ കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ മഞ്ഞൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞളും കൃഷി ചെയ്യലുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ബൈ.